ഹായ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടിന് ഏത് ബേസ്മെൻ്റ് ആണ് ആവശ്യം? ദിസ് മീ അജി. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിന് ഏത് ബേസ്മെൻ്റ് ആണെന്ന് നമുക്ക് തന്നെ നോക്കാം. കാരണം നമ്മുടെ വീടിൻ്റെ ബലം എന്ന് പറയുന്നത് ബേസ്മെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ 3 തരത്തിലുള്ള ബേസ്മെൻ്റ് ഉണ്ട്. ലോ ബഡ്ജറ്റായ സാധാരണക്കാർക്ക് പറ്റിയ ബേസ്മെൻ്റ് ഒന്ന് കരിങ്കല്ല് കെട്ട്, അല്ല കുറച്ച് മണ്ണ് ഇളക്കമുള്ള ഭൂമിയാണെങ്കിൽ നമുക്ക് പ്ലിന്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീം കൊടുക്കാം. ഈ വയൽ പ്രദേശം, ചതുപ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പൈലിംഗ് ചെയ്യേണ്ടി വരും. അത് കോസ്റ്റ് ഒരുപാട് കൂടുതലാവും. പൈലിംഗ് ചെയ്താലേ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഭൂമിക്ക് എത്രത്തോളം കട്ടിയുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയും. കാരണം നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ആവശ്യം വെള്ളം. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും നമ്മൾ കിണർ കുഴിക്കണം. ഒരു കിണർ കുഴിക്കുമ്പോൾ ഒരു 5 അടി താഴ്ചയിൽ നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭൂമിയുടെ കട്ടി, മണലിൻ്റെ കട്ടി നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാനം വെട്ടി ബേസ്മെൻറ്റ് കരിങ്കല്ല് കെട്ട് വേണോ കോൺക്രീറ്റ് വേണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ സാധാരണ ഒരു ബേസ്മെൻറ്റ് ഉറപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ 2 അടി താഴ്ച മതി. 2 അടി താഴ്ച, അതായത് ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഫ്ലോർ എവിടെയാണോ, തറ എവിടെയാണോ, അവിടെ നിന്ന് 2 അടി താഴ്ചയിൽ നമ്മൾ കരിങ്കല്ല് കെട്ടും. വാനം വെട്ടി കരിങ്കല്ല് കെട്ടും. കരിങ്കല്ല് കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ അടുക്കിയിട്ട് നല്ല ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം അടുക്കാൻ. അടിക്കുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ സിമൻ്റ് ഇട്ട് കെട്ടും. നല്ല കുറച്ച് ഇളക്കമുള്ള ഭൂമിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു 4 ഇഞ്ച് കനത്തിൽ PCC കോൺക്രീറ്റ് ചെയ്യും. PCC കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കരിങ്കല്ല് കെട്ടും. ഇപ്പം 2 അടി താഴ്ചയിൽ വെട്ടുമ്പോൾ ഈ JCBക്ക് വെട്ടുമ്പോൾ ഒരു 1.5 അടി താഴ്ചയൊക്കെ താഴോട്ട് പോകുമ്പോൾ വെട്ടാൻ പാടാണെങ്കിൽ, നല്ല ഉറപ്പുള്ള കട്ടിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് തന്നെ കെട്ടാം. ഇല്ലെങ്കിൽ മാക്സിമം 2 അടി താഴ്ച വേണം. ഈ 2 അടി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ 3 അടി വരെ ആകും. അപ്പോൾ നമ്മൾ മണൽ ലൂസാണെങ്കിൽ നമ്മൾ PCC കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കരിങ്കല്ല് കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ കെട്ടണം. ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്ത് കരിങ്കല്ല് അടിക്കിയതിന് ശേഷം അതിൽ മണ്ണിട്ട് നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് ഇറക്കണം. ഇറക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ സിമൻ്റ് ഇട്ട് കെട്ടാം. അപ്പം നമുക്ക് തന്നെ ഒന്ന് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ പ്ലിന്ത് ചെയ്യണമെന്നുള്ള ആളാണെങ്കിൽ നമ്മൾ ആദ്യം ഭൂമിയുടെ ഇത് നോക്കിയിട്ട് അതിന് 3 അടി താഴ്ച, അതായത് 1 മീറ്റർ താഴ്ചയിൽ പുട്ടിങ് ചെയ്ത് അതിൽ കോളം കയറ്റിയാണ് നമ്മൾ ബീം ചെയ്യുന്നത്. അത് ഒത്തിരി ഉറപ്പില്ലാത്ത ഭൂമിയാണെങ്കിൽ, നല്ല കട്ടിയുള്ള ഭൂമിയാണെങ്കിൽ നമുക്കിതുപോലെ വാനം വെട്ടി 2 അടി താഴ്ചയിൽ വാനം വെട്ടി PCC കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ കരിങ്കല്ല് കെട്ടാം. താങ്ക്സ്.